കൂട്ടുകാർക്ക് നല്ലൊരു യാത്ര ആശംസിച്ചുണ്ട് നമുക്ക് നേരെ വിക്രത്തിന്റെ വേദയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. വിക്രം 10 ലക്ഷം രൂപയൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് വേദ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. വേദ മുറ്റത്ത് തുണി വിരിച്ചിട്ടോണ്ടിരിക്കുകയാണ്. പിന്നീട് വിക്രം വന്നിട്ട് അലറി വിളിക്കുകയാണ്. അമ്മയെന്നും വിളിച്ച് അലറി വിളിച്ചു കഴിഞ്ഞപ്പത്തേനും അങ്ങോട്ടേക്ക് ശ്രീജയും കമലെ വിശ്വം അവരെല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. വിനായകനും നന്ദിനിയൊക്കെ ഉണ്ട്. അവരെല്ലാരും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പത്തേനും കമല ചോദിച്ചു, നീ എന്താടാ കിടന്ന് അലറി വിളിക്കുന്നതെന്ന് ചോദിക്കുക. അലറി വിളിക്കുന്ന എന്തിനാന്നോ? എന്തിയെ അമ്മയുടെ മരുമോൾ എന്തിയെ? അമ്മയുടെ മരുമോൾക്ക് അതെ അവളുടെ വീട്ടുകാരിട്ട വില എത്രയാണെന്നറിയോ? 10 ലക്ഷം രൂപയെന്ന് പറയാണ്. നീ എന്തൊക്കെയാടാ പറയണേ? എന്താടാ കാര്യം ചോദിക്കാം. മനസ്സിലായില്ലല്ലേ? അമ്മയുടെ മരുമോളെ ഇവിടെ നിന്ന് ഇറക്കി വിടുവാണെങ്കിലേ 10 ലക്ഷം രൂപ എനിക്ക് കിട്ടുമെന്ന് പറയാം. ഈ ബാഗ് കണ്ടോ? ഈ ബാഗിനകത്തിരിക്കുന്ന എന്താ അറിയോ? പണമാണെന്ന് പറയാം. ഒന്നും രണ്ടുമില്ല, 10 ലക്ഷം രൂപ. ഇത് കേട്ടതും കമല പറഞ്ഞു, എന്തൊക്കെയാ ഇത്? നീ എന്തിനാ പണം വാങ്ങിയെന്ന് ചോദിക്കുകയാണ്. നീ താലി കെട്ടിയ പെണ്ണല്ലേ? അവൾക്ക് വേണ്ടി നീ 10 ലക്ഷം രൂപ വാങ്ങിച്ചോണ്ട് വന്നോ? നീ സുകുമാരമാഷിന്റെ മകൻ തന്നെയാണോടാ? ഒരു പെണ്ണിന് വില പറയാൻ മാത്രം നീ ആയോന്ന് ചോദിക്കാം. അമ്മേ, പെണ്ണിന് വില പറഞ്ഞ ഞാനല്ല, അവളുടെ വീട്ടുകാർ തന്നെയാണ്. അവളുടെ വീട്ടുകാർ തന്നെയാ ഈ പണി കാണിച്ചേ. അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണ. അപ്പോഴേക്കും അങ്ങോട്ട് വന്ന് വിനായകൻ പറഞ്ഞു, വിക്രം, നിനക്ക് ലോട്ടറി അടിച്ചിരിക്കുക. ഒന്നുമില്ലാതെ 10 ലക്ഷം രൂപ കിട്ടിയില്ലേ? വെറുതെ ക്ഷേത്രത്തിൽ വരെ പോയതല്ലേ? നിന്റെ ഒരു ഭാഗ്യം. നിനക്ക് ശുക്രൻ ഉദിച്ചിരിക്കുവാന്ന് പറയണം. ശുക്രൻ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ എന്ന് പറയണം. അപ്പോഴേക്കും കമല വന്നിട്ട് പറഞ്ഞു, എന്താ വിനായക നീ ഇങ്ങനെയൊക്കെ പറയണേ? ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. അതിനിട്ടേക്കുന്ന വിലയാണ് 10 ലക്ഷം രൂപ. അത് വാങ്ങിക്കാനാണോ നീയൊക്കെ പറയണേ? ഇത് കേട്ടപ്പോ നന്ദിനി പറഞ്ഞു, എന്ത് പെൺകുട്ടിയുടെ ജീവിതം? അവള് ചുമ്മാ ഒരു താലിച്ചാരുടെ പേടി ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നല്ലേ, അല്ലാതെ ആചാരപ്രകാരം കല്യാണം കഴിപ്പിച്ചോണ്ട് വന്നൊന്നും അല്ലല്ലോ. പിന്നെ ഇപ്പൊ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ ഒരു കുഴപ്പമില്ല. ഞാൻ നോക്കിയിട്ട് ആ പൈസ മേടിച്ച കഴുത്തി വെക്കുന്ന ഏറ്റവും നല്ലത്. പൈസ കിട്ടുകയും ചെയ്യും. ഈ സമയം വിനായകൻ പറഞ്ഞു, എനിക്കിതിനകത്ത് കമ്മീഷൻ ഉണ്ടെന്ന് പറയാം. കണ്ടോ ഇതിനകത്ത് കമ്മീഷൻ ഉണ്ട് പോലും. കമല പറഞ്ഞു, എന്നാലും നീ എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞാണ്ട വിനായക. ഒരുത്തരം ജീവൻ നശിപ്പിച്ചിട്ടാണ്ട നിനക്ക് കമ്മീഷനും. നാണം ഉണ്ടോടാന്ന് ചോദിക്കുകയാണ് നിനക്ക്. ഈ സമയം ശ്രീജ പറഞ്ഞു, എന്താ വിനായക ഇങ്ങനെയൊക്കെ പറയണേ? വിക്രം, നിന്നെ കുറിച്ച് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ നീ പണം വാങ്ങൂന്ന്. എന്താ പണം വാങ്ങിയിട്ട്? ആ രാധ വന്ന് ഓരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാനിത് പ്രതീക്ഷിച്ച കാര്യമില്ല എന്ന് പറയണം. എന്നാലും ഇത് കുറച്ച് കടന്നു കൈയായി പോയെന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രാധ ഇറങ്ങി വന്നു. രാധ പറഞ്ഞു, വിക്രം ചേട്ടൻ ചെയ്ത നല്ല കാര്യം. കണ്ടോ, ഞാൻ അപ്പോഴേ വന്ന് അമ്മയോടൊക്കെ പറഞ്ഞല്ലേ 10 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്ന്. ഇനിയിപ്പം വിക്രം ചേട്ടൻ എങ്ങോട്ടേലും പോയിക്കോ, ആ കൂടെ ഞാനും വരാം. നമുക്ക് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ആ സമയം കൊണ്ട് ഇവിടെയുള്ള വേതാളം പോയിക്കോളൂ എന്ന് പറയണം. പെട്ടെന്ന് തന്നെ കമല പറഞ്ഞു, രാധേ നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടെന്ന് ചോദിക്കുകയാണ്. എന്തിയെ അമ്മയുടെ മരുമോൾ എന്തിയെ? ഞാൻ അവളെ ഒന്ന് കാണട്ടെ. അവൾ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? അവളുടെ വീട്ടുകാരങ്ങ് വലിയ കൊമ്പത്താണ്, ജസ്റ്റിസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന കണ്ടില്ലേ അമ്മേ? വല്ല ബോധവും വെളിവുള്ള ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും നന്ദിനി പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് അവര് ബെറ്ററാണ്. അവർക്ക് അവരുടെ മകളെ തിരിച്ചു വേണം. അതിന് പണം തന്നു. അതിനിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയ പൈസയും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കാനുള്ളതിന് ഇനിയിപ്പം അതും വെച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ലെന്ന് പറയാണ്. വിക്രം, നിനക്ക് നല്ലൊരു ചാൻസാ കിട്ടിയേക്കെന്ന് പറഞ്ഞുകൊണ്ട് വിനായകനും കൂടെ അങ്ങോട്ട് വരുവാണ്. ശ്രീജ പറഞ്ഞു, ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അല്ല, അമ്മയുടെ മരുമോളെ ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അലക്കുന്നതിന്റെ അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട്. വേദ നിൽക്കുന്നുണ്ടായിരുന്നു. കമലയ്ക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വിക്രം ചെന്നിട്ട് പറഞ്ഞു, ആഹാ, വേദാളം ഇവിടെ നിൽക്കുമായിരുന്നോ? തുണിയൊക്കെ വിരിച്ചിടുമായിരുന്നോ? കൊള്ളാലോ. എന്താ എനിക്ക് തുണി വിരിച്ചിട്ടോ കൂടെ എന്ന് ചോദിക്കോ? നീ തുണി വിരിച്ചിട്ടോ, പക്ഷെ ഒരു കാര്യമുണ്ട്. നിന്റെ വീട്ടുകാരെ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയണം. എന്തിന്? നീ ഭയങ്കര കോടീശ്വരി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും നിനക്ക് അവര് വിലയിട്ടിരിക്കുന്നു പറയണം. എനിക്ക് വിലയിട്ടിരിക്കുന്നോ? അതെ, വേതാളത്തിന് വിലയിട്ടിരിക്കുന്ന എത്രയാണെന്നറിയോ? 10 ലക്ഷം രൂപയാ. 10 ലക്ഷം രൂപ എന്നിട്ട് ഞാൻ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വരണമെന്ന് എങ്ങനെയുണ്ട് ഐഡിയ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ മുഖം കൊണ്ട് മാറി. വല്ലാത്തൊരവസ്ഥയെ നോക്ക്, ഇത് നിറച്ചും പണമായിരിക്കുന്നത്. 10 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞാൽ ഭാഗം കാണിക്കുകയാണ്. നിന്റെ ഏട്ടനുണ്ടല്ലോ, അയാളുടെ പേരെന്തോ മറ്റാ, ആ ശ്രീകാന്തോ അങ്ങനെ എന്തോ, അയാൾ കൊണ്ട് തന്നതാ പണം. അപ്പൊ നിന്റെ അച്ഛനും അമ്മയും എല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഈ കാര്യം ചെയ്തിരിക്കുന്നേ. പണം കൊണ്ട് തന്നിട്ട് പറയാ, ഞാൻ ഇവിടുന്ന് സ്ഥലം വരണമെന്ന്, നിന്നെ അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. അതിനും വെച്ച് ഞാൻ നിന്നെ പിടിച്ചു വെച്ചോണ്ടിരിക്കല്ലേ? പിന്നെ പണമല്ലേ, ആർക്ക് കിട്ടിയാലും പൊളിക്കുമോ? ഞാനിതും കൂടെ വാങ്ങിയെന്ന് പറയണം. വേദയുടെ മുഖം കൂടെ ചുമന്നു കൊടുത്തു. വലിയ ആദർശധീരനാക്കാന്നല്ലേ പറയണത് നിന്റെ അച്ഛനൊക്കെ. എന്നിട്ട് എന്തായി? ഒന്നുമല്ലേ, ഒരു ജസ്റ്റിസ് അല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, അനാവശ്യം പറയലെന്ന് പറയണം. നിന്റെ വീട്ടുകാർക്ക് അനാവശ്യം കാണിക്കല്ലേ?
എനിക്ക് അത്രമാത്രം പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നുമില്ല. പക്ഷെ ഒരു പെണ്ണിന് വിലയിടാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല. പക്ഷെ നിന്റെ വീട്ടുകാരെ ചെയ്ത പ്രവൃത്തി എന്താ? അവർക്ക് വിവരം കൂടിപ്പോയതുണ്ടായിരിക്കും സ്വന്തം മകൾക്ക് വിലയിട്ടെ. ഒരു 10 ലക്ഷം രൂപ, അത്രയും വിലയോ നിനക്കുള്ളല്ലേ എന്ന് ചോദിക്കാണ്. വെറുതെ അല്ല, മിക്കവാറും നിന്നെ അവര് അവിടുന്ന് നടതള്ളിയതാന്ന് എനിക്ക് തോന്നേ. വേദിക്ക് സങ്കടവും ദേഷ്യം അടക്കം പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ടില്ലേ, ഈ 10 ലക്ഷം രൂപ കൊണ്ട് പോയി രക്ഷപ്പെടാനായിട്ട് അതിനെ വിക്രം ഒന്നുകൂടെ ജനിക്കണം. വിക്രത്തിന് വിലയിടാനായിട്ട് അവരായിട്ടില്ല. ഈ 10 ലക്ഷം കൊണ്ട് വിക്രത്തിനെ ഒതുക്കാന്നായിരിക്കും അവരുടെ വിചാരം. അവർക്ക് ഈ വിക്രത്തിനെ മനസ്സിലാവാത്തോണ്ടാ അങ്ങനെയൊന്നും വീഴുന്നവനല്ല. പണം കണ്ടാ വീഴുന്നവനല്ല ഈ വിക്രം. അത് അവരോടൊന്ന് ചെന്ന് പറഞ്ഞു കൊടുത്തേരെ. അവളുടെ വീട്ടുകാരെന്നിരിക്കുന്ന പണം എന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് അത് നേരെ വേദയുടെ കയ്യിലേക്ക് കൊടുക്കുക. വേദയ്ക്കാണ് ആകെപ്പാടെ സമനിലേറ്റുന്ന പോലെ തോന്നി. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെയൊന്ന് അച്ഛനും വീട്ടുകാരൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം. എന്നാലും തന്നെ വിട്ടുകൊടുക്കുന്നതിന് 10 ലക്ഷം രൂപയും കൊണ്ട് വന്നിരിക്കുന്നു. എങ്ങനെ അവർക്ക് ഇങ്ങനെ മനസ്സ് തോന്നി? തന്റെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതും തന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിന്റെ കയ്യിൽ ആ പണം കൊടുത്തു വിട്ടിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയായിപ്പോയി വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. വേദ ഒന്നും മിണ്ടിയില്ല. ആ ബാഗുമായിട്ട് നേരെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. കഥ അങ്ങോട്ട് വലിച്ചടച്ചു. ആ സമയം പുറത്തുനിന്ന് കമലെ അവരെല്ലാരും കൂടെ ഒരു നിമിഷം നോക്കുവാണ്. അവർക്ക് എന്താണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് കമല ശ്രീജയോട് ചോദിച്ചു, ഇനി അവളെങ്ങാനും പോകുമോ? വേദം മോളെങ്ങാനും പോകുമെന്ന് ചോദിക്കാം ഇവിടുന്ന്. ഇത് കേട്ട ശ്രീജ പറഞ്ഞു, എനിക്കറിയില്ലമ്മേ, എന്താ അവളുടെ മനസ്സിലിരിപ്പെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. ഈ സമയം വേദം മുറിയിൽ ചെന്നിട്ട് ബാഗ് തുറന്നു നോക്കി. അതിനകത്ത് പണം ഇരിക്കുന്നുണ്ട്. വേദയ്ക്ക് കണ്ണ് നിറഞ്ഞു വന്നു. ഒരു പക്ഷേങ്കിൽ ഇത് ശ്രീയേട്ടൻ തന്നെ എടുത്ത തീരുമാനമായിരിക്കോ? അച്ഛൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കോ? ഒന്നോ കൂടെ മനസ്സിലാവുന്നില്ല. ഒരിക്കലും അച്ഛൻ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒന്നല്ലേ ഒരു ജസ്റ്റിസ് അല്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ വേദ ഒരു തീരുമാനം എടുക്കാണ്. വേദ ആ ബാഗ് എടുത്ത് കൈ പിടിച്ചു. പിന്നീട് കഥ തുറക്കുകയാണ്. കഥ തുറക്കുന്ന സമയത്ത് എല്ലാവരും അക്ഷമരായിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. വേദ ഒരക്ഷരം പോലും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഇത് കണ്ടപ്പോ രാധ പറഞ്ഞു, കൊള്ളാം, അവള് പോയി. അവളുടെ ശല്യം ഇന്നത്തോട് കൂടി തീർന്നു. 10 ലക്ഷം കിട്ടിയപ്പോ അവൾ അതും കൊണ്ട് പോവാന്ന് പറയണം. നന്ദിനി പറഞ്ഞു, ദേ പിന്നെയായിട്ട് അവളെ പണം കൊണ്ടാണല്ലോ പോകുന്നേ. അവള് പോകുന്നതാണോ? ഇനിയിപ്പോ എങ്ങോട്ടാ പോകുന്ന പണം കൊണ്ട്? എടി പണവല്ലേടി, ആർക്ക് കിട്ടിയാലും പുളിക്കുവോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം ഒന്നും മിണ്ടാതെ വേദ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. വേദ നേരെ പോകുന്ന വേദയുടെ വീട്ടിലേക്കായിരുന്നു. വേദ അങ്ങോട്ട് ചെന്ന് ഹാളിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്നിട്ട് അവിടെ കിടന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം മുത്തശ്ശിയാണ് ഓടി വരുന്നത്. ആഹാ, വേദമോളോ വരാൻ പറഞ്ഞുകൊണ്ട് അങ്ങ് വരുവാണ്. വേദയ്ക്കാണ് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. അച്ഛൻ എന്തേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ശങ്കരനാരായണൻ ഇറങ്ങി വന്നു. അല്ല, എന്താ വേദ എന്താന്ന് ചോദിക്കുകയാണോ? ഓഹോ, അപ്പൊ നിങ്ങളെല്ലാരും കൂടെ ഒത്തോണ്ടായിരുന്നല്ലേ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വർഷ ശ്രീകാന്ത് വന്നു. അവർക്ക് പിടികിട്ടി കാര്യങ്ങൾ. ഈ ബാഗ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിന് മനസ്സിലായി അവൾ ഈ പണവുമായിട്ട് വന്നിരിക്കുവന്ന്. അച്ഛൻ എനിക്ക് വേണ്ടി വില ഇട്ടിരിക്കുന്നത് 10 ലക്ഷം ആണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് ശങ്കരനാരായണൻ പറഞ്ഞു, നീ എന്തൊക്കെയാ മോളെ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം. 10 ലക്ഷം രൂപയ്ക്ക് വിക്രത്തിനെ വിലയ്ക്ക് വാങ്ങാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒതുങ്ങിപ്പൊക്കോളും. എന്നെ വിട്ടു തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷെ നിങ്ങളുടെ ആ ചിന്താഗതിയാണ് തെറ്റ്. നിങ്ങൾ എനിക്ക് വില പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു പെണ്ണിന്റെ മാനത്തിന് അല്ലെങ്കിൽ പെണ്ണിന് വില പറയാൻ മാത്രം അയാൾ അത്ര അധമനൊന്നും അല്ല. അയാൾ ഈ പണം വാങ്ങിക്കൊണ്ട് പോയെങ്കിലും ഒരിക്കലും അയാൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം. നിങ്ങൾ എന്താ വിക്രത്തിനെ കുറിച്ച് കരുതിയിരിക്കുന്നത്? നിങ്ങൾ കരുതിയിരിക്കുന്ന അയാൾ വെറും ഗുണ്ടയാന്നാ. പക്ഷെ അയാൾ ഒരു വെറും ഗുണ്ടയല്ല, മനസ്സിൽ നന്മയുള്ളവനാ. അതിനിയും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലോ എന്ന് പറയണം. ശങ്കരനാരായണൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറയണം. അച്ഛൻ അറിയത്തില്ലല്ലേ? അന്നെങ്കിൽ ഏട്ടനായിരിക്കും ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. സത്യം പറയട്ടാ, ഏട്ടനാണ് ഈ പണം കൊണ്ടേ കൊടുത്തെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ശ്രീകാന്ത് ഒരു നിമിഷം ഒന്ന് പതുങ്ങി. പെട്ടെന്ന് വർഷം വെച്ച് കൊണ്ടേ കൊടുത്താൽ എന്താ കുഴപ്പമിരിക്കണേ? അവന് 10 ലക്ഷം രൂപ എടുത്ത് ഒതുക്കിയിട്ട് നിന്നെ ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറയണു. അങ്ങനെ ഞാൻ വരുമെന്ന് വർഷേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്റെ താലി കെട്ടിയ ആളാ വിക്രം. ഈ താലി അഴിച്ചു വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരാനായിട്ടോ എന്താണ് ഇത് ഇത്ര ചീപ്പായി പരിപാടിയായിപ്പോയി. 10 ലക്ഷം രൂപ ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് ശ്രീകാന്തിന്റെ കയ്യിലേക്ക് അത് കൊടുക്കുകയാണ്. മേലാല് ഇങ്ങനത്തെ പരിപാടിയായിട്ട് ഇറങ്ങിയേക്കല്ലേ? പറഞ്ഞു കേട്ടല്ലോ, 10 ലക്ഷം രൂപയ്ക്ക് എന്നെ വിലയ്ക്ക് വാങ്ങാൻ വന്നിരിക്കുന്നു. ഇതിപ്പോ അച്ഛനും അമ്മ എല്ലാരും കൂടെ അറിഞ്ഞിട്ടാണെന്ന് ചോദിക്കുക. പെട്ടെന്ന് തന്നെ പത്മ പറഞ്ഞു, ഇല്ല മോളെ, ഞാനിത് അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. വെറുതെ കള്ളം പറയണ്ട, എനിക്കറിയാം നിങ്ങൾ എല്ലാരും കൂടി ആലോചിച്ചിട്ടായിരിക്കും. എന്നാലും ഇത്ര നാണം കെട്ട പരിപാടി പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാണക്കേടായിരിക്കും. അച്ഛനൊന്നുമല്ല ജസ്റ്റിസ് അല്ലേ, അച്ഛൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തല കുനിഞ്ഞു പോയി ശങ്കരനാരായണന്. പിന്നീട് വേദ പറഞ്ഞു, മേലാല് ഇങ്ങനത്തെ പരിപാടിയായിട്ട് എന്റെ പുറകെ വന്നേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്നും കൂടെ പോവാണ്. പോയി കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ നേരെ ശ്രീകാന്തിന്റെ അടുത്തേക്കുള്ളതാണ്. ചെന്നിട്ട് ചെന്താടാ എന്തായി കാണിച്ചെന്ന് ചോദിക്കണം. അത് പിന്നെ അച്ഛൻ ഞാൻ ഓഹോ, അപ്പൊ നീയൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാൻ തുടങ്ങിയില്ലേ എന്നെ അറിയിക്കാതെ? അത് പിന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് വേറൊരു വഴി, അതിന് ഈ വഴിയാണ്ടാ നീയൊക്കെ തേടേണ്ടിയിരുന്നേ. പണം കൊടുത്ത് നിനക്ക് നാണം ഉണ്ടോന്ന് ചോദിക്കാണ്. ഇതിപ്പോ തല താന്നു പോയത് ആരുടെയാ? എന്റെ തലയാണ് താന്നു പോയത്, അറിയാലോ. സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ശങ്കരനാരായണൻ അത്.
പിന്നീട് മുറിയിലേക്ക് പോവാണ്. മുറിയിലേക്ക് പോയി വിഷമം സഹിക്കവയ്യാതെ ഇരിക്കുവാണ്. ഒരു പക്ഷേങ്കിൽ അവൾ എന്ത് വിചാരിച്ചു കാണും? പണം കൊടുത്ത് തന്റെ മോളെ താന് അത് ചിന്തിക്കാൻ പോലും അപ്പുറമായിരുന്നു. കാരണം 10 ലക്ഷം രൂപ മാത്രം അവൾക്ക് വിലയുള്ളോ. തന്റെ മോളാണ് അവള്. അതൊക്കെ ഓർത്ത് കണ്ണ് നിറഞ്ഞു വന്നു. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശി പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളെല്ലാം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ അവൾക്കൊന്നും നല്ല ജീവിതം കിട്ടുമെന്ന് സ്വപ്നം കണ്ടിരിക്കുക ഞാൻ. ദൈവമായിട്ട് കൂട്ടിച്ചേർത്ത, ഭഗവാനായിട്ട് കൂട്ടിച്ചേർത്ത ബന്ധത്തെ നിങ്ങളായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. എനിക്കത് മാത്രം പറയാനുള്ളെന്ന് പറയാണ്. ഇത് കേട്ട ശങ്കരനാരായണൻ പറഞ്ഞു, അമ്മേ ഞാൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാം. ഇല്ലമ്മേ, എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. അമ്മ എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കൈയെടുത്ത് അങ്ങോട്ട് പിടിക്കുകയാണ്. പിന്നീട് മുത്തശ്ശനെ ചേർത്ത് ഒരു കരയുവാണ്. എനിക്കറിയില്ലമ്മേ, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവള് വന്ന് പറഞ്ഞിട്ട് പോയ വാക്കുകൾ അതെന്റെ ചെവിയിൽ ക്രൂരമ്പ് പോലെ തറഞ്ഞിരിക്കുവാന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാനെ ചേർത്ത് പിടിച്ച് മുത്തശ്ശി ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം ഇനി അവള് പോയാലും അവളുടെ ശല്യം ഉണ്ടാവത്തില്ലല്ലോ എന്നൊക്കെ ഓർത്തോണ്ട് സന്തോഷിച്ചിരിക്കുന്ന നന്ദിനിക്കൊക്കെ 8ന്റെ പണിയായിട്ട് വേറെ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് കയറി വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.